ഹൈദരാബാദ് രാവിലെ കണ്ട പോലെ സൗണ്ട് എഫക്ട്സ് ബ്രിഡ്ജിൽ നിൽക്കുമ്പോൾ അതെ അതെ അതിന്റെ കാരണം അവിടെ മ്യൂസിക് ഡൗൺ ആയതുകൊണ്ടാണ് കിട്ടിയത്. മായം കലർത്താതെ ആ പാട്ട് ഉണ്ടാക്കിയത് കൊണ്ട് ആ പാട്ടിനെ ബേസ് ചെയ്ത് എന്ത് വായിക്കുമ്പോഴും അത് സോൾ കണക്ട് ആയി എന്നുള്ളതാണ്. ഏത് സിനിമ ഇറങ്ങിയാലും ആദ്യം ഹൈദരക്കയാണ്. ഞാൻ ഹൈദരക്കയോടെ ചോദിക്കുക, അതെ അതെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെ 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 എങ്ങനെയുണ്ട്, മ്യൂസിക് കാര്യങ്ങൾ എന്തെങ്കിലും പ്രശ്നം നിങ്ങൾ പറയുന്നത് എനിക്കറിയാം. സിനിമ നന്നാകുമ്പോൾ മാത്രമേ മ്യൂസിക്കിന് പേരുള്ളൂ, അല്ലാതെ മ്യൂസിക്കിനെ പറ്റി ആരും കൊട്ടിഘോഷിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. പാട്ടുകളെ പറ്റി പിന്നെയും പറയും. രഞ്ജൻ നമസ്കാരം. നമസ്കാരം. കുറേ ആയി ഒന്ന് ഇരിക്കണം എന്ന് ആലോചിക്കും കുറേ കാലമായി അല്ലേ? നമുക്ക് അങ്ങനെ ഇരിക്കാൻ അവസരം കിട്ടുന്നില്ല. അവസരം കിട്ടുന്നില്ല. പക്ഷെ നമ്മൾ ഫോണിൽ സംസാരിക്കും അതെ അല്ലേ? പിന്നെ ഇന്നൊരു സന്തോഷത്തിന്റെ മുഹൂർത്തത്തിലാണ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഏത് സിനിമ ഇറങ്ങിയാലും ആദ്യം ഹൈദരക്കയാണ്. ഞാൻ ഹൈദരക്കയോടെ ചോദിക്കുക, അതെ അതെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെ 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 എങ്ങനെയുണ്ട്, മ്യൂസിക് എങ്ങനെയുണ്ട് കാര്യങ്ങൾ എന്തെങ്കിലും പ്രശ്നം നിങ്ങൾ പറയുന്നത് എനിക്കറിയാം. നമ്മൾ ആ തുടക്കം തൊട്ട് നമ്മളുണ്ട് കാലങ്ങളായിട്ട്. ഇപ്പോ ഹൈദരക്ക ഈ ചാനൽ പ്രോഗ്രാം അതൊന്നും കണ്ടിട്ടല്ല, പണ്ട് നമ്മൾ റിപ്പോർട്ടറുള്ള കാലം തൊട്ട് അതെ, അതെ, നിങ്ങളെ അതെ. കാണും. ഫസ്റ്റ് ഞാൻ ചോദിക്കുക എങ്ങനെയുണ്ട് കണ്ടിട്ട്. അത് ഈ കുറച്ച് നാൾ മുമ്പ് റിപ്പോർട്ടിൽ പോവുകയും ചെയ്തു. ഉറങ്ങല്ലേ? അതെ. അന്ന് പറയുകയും ചെയ്തു. ഞാൻ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടെന്ന്, ഹൈദർക്ക ഉള്ളപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറയുകയും ചെയ്തത് ഞാൻ പറഞ്ഞു. എന്തായാലും നല്ലൊരു സിനിമ കണ്ട മൂഡിൽ നിൽക്കുകയാണ്. എൻ്റെ മ്യൂസിക്കാണ് എടുത്തു പറയേണ്ടത്. സ്ക്രിപ്റ്റ് പോലെ മ്യൂസിക്കും ഡയറക്ഷൻ പോലെ മ്യൂസിക്കും എന്ത് അതിന് തോന്നുന്നു? കൂടെ സഞ്ചരിക്കേണ്ടി വന്നിട്ടുണ്ട്. അതായത് അഭിലാഷിന്റെ സ്ക്രിപ്റ്റിനൊരു ഡൈനാമിക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് പലപ്പോഴും അഭിലാഷായിട്ട് സുഹൃത്തായതും കൂടെ കൊണ്ട് ഇവനെങ്ങനെ ചിന്തിക്കുന്ന എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് കൂടുതലായിട്ട് നമ്മൾ ഇടപെടേണ്ടി വരില്ല. നമ്മൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ശരിയായി പോകാറുണ്ട്. പക്ഷേ ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിഷ്ണു വിനയ് എന്നുള്ള ഡയറക്ടറുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഭയങ്കര വലുതായിരുന്നു. വിഷ്ണു ഇങ്ങനെ വേണ്ടത് വലിച്ചെടുത്തേ അടങ്ങുള്ളൂ എന്നൊരു സംഭവമുണ്ട്. ആ ഉറപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നത് വിഷ്ണു നമ്മുടെ അടുത്ത് വന്നത്. പിന്നെ ഒരു ശല്യം വിഷ്ണുവിൻ്റെ ഭാഗത്തുനിന്നില്ല. വിഷ്ണു വളരെ കംഫർട്ട് ആക്കുക, നമുക്ക് വേണ്ട സ്പേസ് തരിക, റെസ്പെക്ട് തരിക, ഗിവ് ആൻഡ് ടേക്ക് ആണ്. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളായി. ഞാൻ അതാണ് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അഭിലാഷിനോട് ഞാൻ പറഞ്ഞു, അളിയ വിഷ്ണു പറയുന്ന ഒരു പരിപാടി കൂടെ ഞാൻ പോകാൻ ട്രൈ ചെയ്യുന്നു. അപ്പോൾ അത് നമുക്കൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മുടെ പടങ്ങളിൽ നിന്ന് ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. നമ്മളിത് 5ാമത്തെ പടമാണ്. ഞാനും നീയും കൂടെ ചെയ്യുന്ന പടങ്ങളിൽ നിന്ന് ഒരു ഡിഫറെൻറ്റ് മ്യൂസിക് ഇതിൽ കൂടെ സംഭവിക്കാം, വേറൊരു ഡയറക്ഷൻ വരുമ്പോൾ. അപ്പോൾ അഭിയും പറഞ്ഞു, എടാ നീ എന്താ വെച്ചാൽ ചെയ്തോ, എനിക്ക് തന്നെ വിശ്വാസമാണ്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ സ്കോർ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇതൊരു വലിയൊരു ഉദ്യമമായിരുന്നു സത്യം പറഞ്ഞു. അതായത് ഒരു 3 മാസത്തോളം 2.5-3 മാസം സ്കോർ ചെയ്തു. ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ റിലീസിൻ്റെ ഡേറ്റൊക്കെ ലേറ്റായി, എല്ലാം പോസ്റ്റൊക്കെ ഒന്ന് ലേറ്റ് ആയപ്പോൾ നമ്മളെ ആരും ശല്യം ചെയ്തില്ല. പ്രൊഡക്ഷൻ ഭാഗത്തൊന്നും പ്രഷർ വന്നില്ല. അപ്പോൾ ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റി. വേറെ സിനിമ ചെയ്യണമെങ്കിലും സൈഡിൽ കൂടെ അങ്ങനെ ഒരു ബാലൻസിലാണ് ഞാൻ ആനന്ദ് ശ്രീബാല ചെയ്തു തരുന്നത്. അപ്പോൾ എനിക്ക് മാനസികമായിട്ട് ഞാൻ അതിൽ ട്രാവലായിരുന്നു. എപ്പോഴും ആനന്ദും ശ്രീബാലയും ഈ ക്യാരക്ടേഴ്സൊക്കെ തന്നെയായിരുന്നു വീട്ടിൽ പോകുമ്പോഴൊക്കെ നമ്മുടെ തലയിലുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു മീറ്റർ ഉണ്ട് ഈ സിനിമയ്ക്ക്. ആ മീറ്ററിൽ നിന്നൊരു തുള്ളി മേലെ പോയാൽ ഫ്ലോപ്പ് ആവും, മ്യൂസിക് ഫ്ലോപ്പ് ആവും, താഴെ പോയാലും ഫ്ലോപ്പ് ആവും. ആ മീറ്റർ തന്നെ പോകണം. അപ്പോൾ അതിനെപ്പറ്റി ആരെന്ത് പറയണമെന്നൊന്നും ചിന്തിക്കാതെ ആ മീറ്റർ അച്ചീവ് ചെയ്യുമെന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചു. സാധാരണ ചില സമയത്ത് ഈ ടോൺ ഇതുവരെ കേട്ടിട്ടില്ല, ഇത് അപ്ലൈ ചെയ്യാം, അങ്ങനത്തെ ചിന്തയൊന്നുമില്ല. ടോൺ കൊണ്ട് വിസ്മയിപ്പിക്കാനുള്ള പദ്ധതിയൊന്നും ആനന്ദ് ശ്രീബാലയിൽ ഞാൻ ഇറക്കിയിട്ടില്ല. ഇത് സിനിമയ്ക്ക് അത്രയും ആപ്റ്റായിട്ടും മ്യൂസിക് ഉണ്ടെന്നൊന്നും അറിയണ്ട, മ്യൂസിക്കിനെ പറ്റി പറയണ്ട, മ്യൂസിക് നന്നായിന്നും പറയണ്ട മോശമെന്നും പറയണ്ട, മ്യൂസിക് ഉണ്ടെന്ന് അറിയാതാവുമ്പോഴാണല്ലോ സ്കോറിൽ അത്രയും ജെല്ലാവുന്നത്. അപ്പോൾ ആ ഒരു കണക്ഷൻ മ്യൂസിക്കും സൗണ്ട് എഫക്ട്സും ഓവറോൾ തിയേറ്റർ മിക്സിങ്ങും ഡബും എല്ലാം കൂടെ ഒരു ഗ്ലൂ, അതാണ് ഞാൻ ഈ സിനിമയിൽ ആഗ്രഹിച്ചത്. ഇപ്പോൾ M.R. രാജേട്ടൻ്റെ കൂടെ തിയേറ്റർ മിക്സ് ചെയ്യുമ്പോൾ ഞാൻ ലെവൽ കുറപ്പിക്കും മ്യൂസിക്കിൻ്റെ പലവടിയും. അപ്പോൾ രാജേട്ടൻ പറഞ്ഞു, സാധാരണ എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സ് ഇവിടെ കൂട്ടെന്ന് പറയുന്നത് അവിടെ എന്തിനെ കുറയ്ക്കാൻ പറയുന്നത്. ഹൈദരാബാദ് രാവിലെ കണ്ട പോലെ സൗണ്ട് എഫക്ട്സ് ബ്രിഡ്ജിൽ നിൽക്കുമ്പോൾ അതിൻ്റെ കാരണം അവിടെ മ്യൂസിക് ഡൗൺ ആയതുകൊണ്ടാണ് കിട്ടിയത്. അത് ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്ത സാധനം ആ പാലത്തിന് മുകളിൽ നിന്നപ്പോൾ ഞാൻ പാലത്തിൽ നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ കിട്ടി. അതാണ് ഞാൻ അവിടെ മ്യൂസിക് ഏറ്റിയിരുന്നെങ്കിൽ ചിലപ്പോൾ അത് കിട്ടണമെന്നില്ല. ഇത് ബ്ലെൻഡ് ആക്കിയത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ട്രൈ ഇതിലുണ്ട്. പിന്നെ വേറെ വിഷയമാണ്, ഇത്തരം സിനിമകൾ നമ്മളെ പിടിച്ചിരുത്തുന്നതും നമ്മുടെ മനസ്സലിയിക്കുന്നതും മ്യൂസിക്കിലുണ്ട്. ഇതിൻ്റെ ഇമോഷൻ ഭയങ്കരമായിട്ട് വർക്കുണ്ട്. അത് ബാലൻസ് ചെയ്തൊക്കെയാണ് മ്യൂസിക്. അതൊരു എങ്ങനെയാണ് ഒരു ചലഞ്ച് പോലെയല്ലേ അത്? അങ്ങനെ ഒന്ന് ആളുകൾ പിടിച്ചിരുത്തണമെങ്കിൽ അതാ പറഞ്ഞു, ഇതിലൊരു ട്രിക്ക് ഉണ്ടെന്നേ. അതായത് വേണ്ട സ്ഥലത്ത് പൊക്കി അടിക്കണം, വേണ്ടാത്ത സ്ഥലത്ത് വളരെയധികം താഴ്ത്തണം. അപ്പോൾ ആ താഴ്ത്തുമ്പോഴും മ്യൂസിക്കാലിറ്റി ഉണ്ടാവണം അതിൽ, അല്ലാതെ മ്യൂസിക്കാലിറ്റി വിട്ടുകൊണ്ടൊരു താഴ്ത്തലും പൊക്കലും അല്ല. അപ്പോൾ ഇതിൽ മെയിനായിട്ടുള്ള എലമെൻ്റ് അമ്മ മകൻ, അത് ഇൻവെസ്റ്റിഗേഷൻ്റെ ഒരു പാലറ്റ് തിരുത്തി കുറിച്ച സിനിമയാണ് വേണമെങ്കിൽ ആനന്ദ് ശ്രീബാല പറയാൻ പറ്റും. അതെ അതെ അതെ. നമ്മൾ വിചാരിച്ച പാലറ്റിലല്ല അത് പോയത്. അതിലൊരു അമ്മയും മകൻ നമ്മൾ ഇമോഷനും കൂടെ കണക്റ്റഡ് ആണ്. അതിലൂടെയാണ് ഇൻവെസ്റ്റിഗേഷൻ സംഭവിക്കുന്നത്. അപ്പോൾ അമ്മയ്ക്കൊരു മ്യൂസിക് ഉണ്ടാവണം എന്നൊരു ആഗ്രഹം ഉണ്ടായി. അപ്പോൾ നമ്മൾ ആദ്യമേ ഒരു പാട്ട് സെറ്റ് ചെയ്തു, മന്ദാര മലരിൽ എന്ന് പറഞ്ഞ സോങ്. ഇപ്പോൾ അത്യാവശ്യം നല്ല റെസ്പോൺസ് കിട്ടുന്നൊരു പാട്ടാണ്. ആ പാട്ട് ആദ്യമേ സെറ്റ് ചെയ്തു. പിന്നെ അതിനെ ബേസ് ചെയ്തിട്ട് അമ്മയ്ക്കൊരു ഫാൻറ്റസി കൈൻഡ് ഓഫ് മ്യൂസിക്കാണ് പിന്നെ നമ്മൾ കൊടുത്തത്. അപ്പോൾ ആ മ്യൂസിക്, ആ പാട്ടുണ്ടാക്കുമ്പോൾ കിട്ടിയ സോള് വളരെ ഒരു തുള്ളി പോലും മായം കലർത്താതെ ആ പാട്ട് ഉണ്ടാക്കിയത് കൊണ്ട് ആ പാട്ടിനെ ബേസ് ചെയ്ത് എന്ത് വായിക്കുമ്പോഴും അത് സോള് കണക്റ്റ് ആയി എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ വേരിയേഷൻസ്. ഒരു സിനിമയുടെ മ്യൂസിക് ചെയ്യുമ്പോൾ
നമുക്ക് കണക്റ്റ് ആകും എന്ന്, ഒരു പ്രേക്ഷകന് കണക്റ്റ് ആകുന്നു എന്ന് നമ്മൾ സ്വയം വിലയിരുത്തുന്നത് എപ്പോഴായിരിക്കും? സിനിമ നന്നാവുമ്പോൾ അത്ര മാത്രമേ ഉള്ളൂ. ഞാൻ പല പടങ്ങളും ചെയ്യുന്നുണ്ട്. ഞാൻ ഇതുകൊണ്ട് മാമുണ്ടെന്ന ആളായതും കൂടെ കൊണ്ട് എല്ലാ പടങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. അതായത് നല്ലതും മോശം ഞാൻ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത് വളരെയധികം സെലക്റ്റീവ് ആവാൻ എന്നെക്കൊണ്ട് പറ്റാത്ത കൊണ്ടാണ്. കാരണം എൻ്റെ ലിവിങ് അതായതുകൊണ്ട് എനിക്ക് പലപ്പോഴും എനിക്ക് വളരെ ചൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇപ്പം ഞാൻ കുറച്ചും കൂടെ ശ്രദ്ധിച്ച് തുടങ്ങി എന്ന് വിശ്വസിക്കുന്നു. കാരണം നല്ല പ്രൊജക്ട്സ് വന്നു തുടങ്ങി. പക്ഷേ ഇടക്കാലത്തൊക്കെ ഇങ്ങനെ എല്ലാ തരം പടങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. വളരെ നല്ല പടങ്ങൾ മാത്രമൊന്നുമില്ല. പക്ഷെ ഞാൻ എവിഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ എൻ്റെ കാഴ്ചയിൽ കണ്ട സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ നന്നാവുമ്പോൾ മ്യൂസിക് ഏതെങ്കിലും തരത്തിൽ താഴെ പോയിട്ടുണ്ടെങ്കിലും അത് ചർച്ച ചെയ്യപ്പെടാറുണ്ട്. താഴെ പോകുന്ന ഉദ്ദേശം എനിക്കറിയാമല്ലോ. ഞാൻ ചിലപ്പോൾ വളരെ മോശമായ ഒരു സിനിമയുടെ മോശം സീക്വൻസ് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്ത ഒരു ഇൻപുട്ടിൻ്റെ 10% ചിലപ്പോൾ ഉണ്ടാവില്ല അതിൽ. പക്ഷേ ഇത് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത പോലെ ഫീൽ ചെയ്യും. അതിൻ്റെ കാരണം ആ സ്ക്രീൻ പ്ലേയിലും വിഷ്വലിലും അതുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് കണക്റ്റ് ആവും. അല്ലെങ്കിൽ അത് കണക്റ്റ് ആവില്ല. അപ്പോഴാണ് നല്ല പേര് കിട്ടുന്നത്. സിനിമ നന്നാകുമ്പോൾ മാത്രമേ മ്യൂസിക്കിന് പേരുള്ളൂ. അല്ലാതെ മ്യൂസിക്കിനെ പറ്റി ആരും കൊട്ടിഘോഷിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. പാട്ടുകളെ പറ്റി പിന്നെയും പറയും. സിനിമ പോയാലും പാട്ടുകൾ, എൻ്റെ എത്രയോ പടങ്ങൾ ഒരു ദിവസം പോലും ഓടാത്ത സിനിമയത്തെ പാട്ടുകളൊക്കെ 10, 15, 20, 30 മില്യണൊക്കെ ഉള്ള പാട്ടിലുണ്ട്. അപ്പോൾ അത് പാട്ടുകൾ ചർച്ച ചെയ്യപ്പെടും. കാരണം അത് സിനിമയ്ക്കപ്പുറം യൂട്യൂബിലും അല്ലെങ്കിൽ ഓഡിയോ പ്ലാറ്റ്ഫോംസിലും ഒക്കെ ആൾക്കാർ കേൾക്കുന്നതുകൊണ്ട് പാട്ടുകൾ ചർച്ച ചെയ്യും. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരിക്കലും ചർച്ച ചെയ്യപ്പെടും. ഈ തുടക്കം കുറച്ച് പ്രശ്നങ്ങളായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സിനിമയിലേക്ക് എത്താനുള്ള ഒരു യാത്ര വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ നമ്മൾ സിനിമയിലേക്ക് എത്തിച്ചു എന്ന് പറയുകയാണെങ്കിൽ ആരെ പറയാൻ പറ്റും? യാത്ര എന്ന് പറഞ്ഞാൽ ചില്ലറ യാത്ര എന്നുള്ള യാത്ര ചെയ്തിരിക്കുന്നത്. അത് 2011 ഞാൻ കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ആവുകയാണ് മ്യൂസിക്കിന് വേണ്ടിയിട്ട്, മ്യൂസിക് ഡയറക്ടർ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ മ്യൂസിക് ഡയറക്ടർ ആവാനുള്ള യാതൊരു വഴിയും എനിക്കറിയില്ല, ആരെയും പരിചയവുമില്ല, ഗോഡ് ഫാദറേ ഇല്ല. ഞാൻ കിരൺ TV-യിൽ ആങ്കറായിട്ടാണ് തുടങ്ങുന്നത്. അത് ജീവിക്കാൻ വേണ്ടി. സൈഡിൽ കൂടെ ആകാശവാണിയുടെ സ്റ്റാഫ് ആവുന്നുണ്ട് ഞാൻ. വാഴക്കാല് ഇവിടെ NGO ക്വാർട്ടേഴ്സിൽ. അവിടെ പോയിട്ട് ഞാൻ ക്ലാസിക്സ് കഫേ എന്ന് പറഞ്ഞ പ്രോഗ്രാം തുടങ്ങി. ഇപ്പോഴും ആ പ്രോഗ്രാം റണ്ണിങ് ആണ്. പഴയ പാട്ടിനെ കുറിച്ച് ഞാൻ സംസാരിക്കും ആകാശവാണിയിൽ രാത്രി 8-10 മണി വരെ. ബിച്ചു തിരുമലയുടെ വരികൾക്ക് KJ ജോയി ഈണം പകർന്ന അതിലായിരുന്നു ഞാൻ. അതിലൊരു ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു എനിക്ക്. ഒന്നാമത്തെ കാര്യം ഞാൻ ക്ലാസിക്സിന്റെ വലിയ ഫാനാണ്, പഴയ പാട്ടുകളുടെ ഫാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആകാശവാണി എനിക്ക് വലിയൊരു എക്സ്പീരിയൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ കിരൺ TV-യും ആകാശവാണിയായിട്ടായിരുന്നു 2011 തൊട്ടുള്ളൊരു പോക്ക്. 2015 ശേഷം ആഡുകളും കാര്യങ്ങളും ഒക്കെ ചെയ്തു തുടങ്ങി. പല ചാനൽസിന് വേണ്ടി, ഫ്ലവേഴ്സ് TV-ക്ക് വേണ്ടി ഒരു മ്യൂസിക് ചെയ്തിട്ടാണ് എൻ്റെ തുടക്കം. അതാണ് എനിക്കൊരു വലിയ പ്രൊജക്റ്റ്. നമ്മളിങ്ങനെ കാത്തിരിക്കാനുള്ള ഒരു സാധനം കിട്ടാനായിട്ട്. അപ്പം ചെറിയ ചെറിയ ആഡൊക്കെ ചെയ്തിട്ട് ഒരു വലിയ പ്രൊജക്റ്റ്, ആൾക്കാർ കാണാൻ പോകുന്ന ഒരു പ്രൊജക്റ്റ് കിട്ടുന്ന അപ്പോഴാണ്. അപ്പോൾ എനിക്കതൊരു ബാഹുബലിയാണ്. അതെ അതെ, ആ ഒരു ആഡ് എനിക്കൊരു ബാഹുബലിയാണ്. ഒരു ഓണം സീസണിലുള്ള ഒരു ആഡാണ്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് പിന്നെ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഫ്ലവേഴ്സ് TV-ക്കാർ എൻ്റെ കൂടെ നിന്നു. അവരുടെ സീരിയൽസ് ചെയ്യാൻ തുടങ്ങി. ഞാൻ അങ്ങനെ പ്രൊമോ സോങ്സ് ചെയ്യാൻ തുടങ്ങി, ടൈറ്റിൽ സോങ്സ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അപ്പോൾ ഒരു സിനിമ കിട്ടണം എന്നുള്ളൊരു ആഗ്രഹമാണ്. സിനിമ അത് എങ്ങനെ എത്തിപ്പെടുന്നു ഒരു പിടുത്തമില്ല, ആരെയും പരിചയമില്ല. അപ്പോൾ നമ്മൾ എവിടെയൊക്കെ വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ബൗൺസ് ബാക്ക് ദൈവം തരുന്നു പറഞ്ഞ പോലെയാണ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറ്. 2018 പപ്പേട്ടനെ എൻ്റെ ഒരു ഫ്രണ്ട് ബിനോജ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ പപ്പേട്ടൻ ഞാൻ ഈ ഫ്ലവേഴ്സ് TV-ക്ക് വേണ്ടി ചെയ്ത മ്യൂസിക്കൊക്കെയാണ് കേൾപ്പിക്കുന്നത്. പപ്പേട്ടൻ പറഞ്ഞൊരു പടത്തിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാൻ വിളിക്കാം എന്ന് പറഞ്ഞു. അത് ജോസഫ് ആയിരുന്നില്ല, വേറൊരു പടമായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് പെട്ടെന്ന് ഒരു ദിവസം വിളിച്ചു, ഒരു 2 പാട്ട് ചെയ്യണം. ജോസഫ് എന്ന് പറഞ്ഞ പടം മാറി, ജോജുവാണ് ഇതിൽ അഭിനയിക്കുന്നത്, ജോജു ചേട്ടൻ അഭിനയിക്കുന്നത്. അപ്പോൾ ആ പടത്തിൽ നീ മ്യൂസിക് ചെയ്ത് തരണം, പാട്ട് ചെയ്ത് തരണം പറഞ്ഞു. അങ്ങനെയാണ് ജോസഫിലേക്ക് ഞാൻ എത്തിയത്. വളരെ പെട്ടെന്നുള്ള എൻ്റെ ഫ്രണ്ട് എത്തിച്ചത്. ഞാൻ പറയും, ആ ഫ്രണ്ട് ഈ പറയാൻ കാരണം ചിലപ്പോൾ ഞാൻ അന്ന് തൊട്ട് വർക്ക് ചെയ്തതിൻ്റെ ഒരു ബൗൺസ് ബാക്ക് ആയിരിക്കും എന്ന് ഞാൻ പറയും.